സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർക്ക് ലഭിച്ച പരീക്ഷണങ്ങൾ പറഞ്ഞാൽ തീരില്ല എന്ന് നമുക്കറിയാം. വലിയ മിഹനുകൾ അവിടുത്തെ ജീവിതത്തിൽ ലഭിച്ചു. അതുകൊണ്ട് തന്നെ ഇമാം ഷാറാനി തങ്ങളൊക്കെ പറഞ്ഞതുപോലെ എത്ര കണ്ട് നിനക്ക് മിഹനുകൾ വർദ്ധിക്കുന്നുണ്ടോ അതിനനുസരിച്ച് മിനനുകൾ ഇപ്പുറത്ത് കിട്ടും. അതായിരുന്നു സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ജീവിതം എന്ന് കാണാം. 49 സന്താനങ്ങൾ അവിടത്തേക്കുണ്ടായിരുന്നു. അതിൽ 27 ആൺകുട്ടികളും 22 പെൺകുട്ടികളും. അവരിൽ 21 പെൺകുട്ടികളും 14 പുരുഷന്മാരും അവിടുത്തെ ജീവിത കാലയളവിൽ തന്നെ മരണപ്പെട്ട മക്കളാണ്. 35 മക്കൾ, 49-ൽ 35 സന്താനങ്ങളും അവിടുത്തെ ജീവിത കാലയളവിൽ തന്നെ അവിടെ നിന്ന് മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകുന്ന വലിയ പരീക്ഷണം അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഏതൊരു കുട്ടിയും മഹാനുഭാവന് ജന്മം കൊണ്ടാൽ, തനിക്ക് പുതിയ ഒരു സന്താനത്തെ ലഭിച്ചാൽ അവിടെ നിന്ന് തൻ്റെ കയ്യിലെടുത്ത് പറയും, ഹാദാ മയ്യത്തുൻ, ഈ കുട്ടിയും ഒരു ജീവച്ഛവമാണ്, യഥാർത്ഥത്തിൽ വജൂദുള്ളത് അല്ലാഹുവിന് മാത്രമാണ് എന്നും പറഞ്ഞ് തൻ്റെ കൽബിൽ നിന്നും അവരെ പൂർണ്ണമായും അപ്പോൾ തന്നെ ഒഴിവാക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു. റബ്ബിനു വേണ്ടി മഹാനുഭാവൻ്റെ ജീവിതകാലയളവിൽ ഇങ്ങനെ 35 സന്താനങ്ങൾ മരണപ്പെടുന്ന അവസ്ഥയെ മഹാന്മാർ ഉദ്ധരിക്കുന്നതായി കാണാം. ഏതെങ്കിലും കുട്ടി മരണപ്പെട്ടെന്നറിഞ്ഞാൽ മഹാനുഭാവൻ മയ്യത്ത് കുളിപ്പിക്കാനുള്ള നിർദ്ദേശം കൊടുത്തതിന് ശേഷം തൻ്റെ പതിവാകുന്ന വഅലിൻ്റെ മജ്ലിസിലേക്ക് പോവുകയും ഘോരമായ രൂപത്തിൽ വലിയ നസീഹത്ത് സദസ്യർക്ക് നൽകുകയും മയ്യത്ത് കുളികർമ്മം അവിടെ കഴിഞ്ഞ് കഫം ചെയ്തു എന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ നിസ്കരിക്കാനുള്ള സമയമായാൽ അവിടെ നിന്ന് ആ പ്രത്യേകമായ ഇരിപ്പിടത്തിൽ നിന്നും ഇറങ്ങി വന്ന് നിസ്കാരത്തിന് നേതൃത്വം നൽകുകയും വീണ്ടും അവിടെ നിന്ന് വഅലിൻ്റെ ഇരിപ്പിടത്തിലേക്ക് പോവുകയും ചെയ്യാറാണ് പതിവ് എന്ന് നമുക്ക് കാണാം. ഇത്രയും വലിയ പരീക്ഷണങ്ങൾ 35 സന്താനങ്ങൾ തൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടും ഒരർത്ഥത്തിലും റബ്ബിനെ പരിഹസിച്ചില്ല. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു